ഹായ്, നെയ്മീൻ പൊടിയാണ് കിട്ടിയേക്കുന്നത്. അതെങ്ങനെ കറി വെച്ചെടുത്തതെന്ന് നോക്കാം. അതുകൊണ്ട് ഇത്രയേ ഉള്ളായിരുന്നു, 3 എണ്ണ ഉള്ളായിരുന്നു. അതപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല വഴറ്റിയെടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. സിമ്മിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പൊടി കരിഞ്ഞു പോവേ. എന്നിട്ട് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ അടിചേർത്ത് ഇളക്കണേ, പൊടി കരിയാൻ പാടില്ല കേട്ടോ. ഇതിനകത്തോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്ത് നല്ലപോലെ പിന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. സോഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉടച്ചെടുക്കാമേ നമുക്ക്. അപ്പോൾ ഇത് നല്ല ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ നല്ല ഉടച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറുകി നമ്മൾ മീൻ ചാറിനൊക്കെ നല്ല കുറുകിയ പരുവത്തിനല്ലേ, അതനുസരിച്ച് ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുക്കി എടുത്തിട്ട് അതിനകത്തോട്ട് തേങ്ങ മഷി പോലെ അരച്ചു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ഇതിനകത്തോട്ട് അതുകൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ദാണ്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് വെള്ളവും കൂടെ ചേർത്ത് ഇച്ചിരി കുഴമ്പ് പരുവത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കുന്നില്ല. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണേ. ഉപ്പൂടെ സമയത്ത് നോക്കണം. പിന്നെ കുടംപുളി ഈ സമയത്താണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒരു ചെറിയ കഷ്ണമായിരുന്നു ഇട്ട് കൊടുത്തത്. ഇതിനകത്തോട്ട് ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല തിളച്ച് കഴിയുമ്പോൾ ഞാൻ മീൻ ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിനകത്തോട്ട് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് നല്ല വെട്ടി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാമേ. നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ ചാറൊന്ന് ഇച്ചിരി വറ്റി വന്നാൽ മതി, അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി റെഡിയാണേ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ലാസ്റ്റിൽ ശകലം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയാണേ. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കുറുകിയ നല്ല മീൻ കറിയായിരുന്നു കേട്ടോ. ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. ബായ്.